അച്ഛൻ പക്ഷെ ഈ പറഞ്ഞ പോലെ സിനിലിന് അങ്ങനെ ഒരു ഈ പ്രൊഫഷണൽ ഉപദേശങ്ങളൊക്കെ തരേണ്ട ഒരു പ്രായത്തിന് മുമ്പേ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ട് അല്ലെ? പക്ഷെ ഇപ്പോഴും ലൊക്കേഷനിലൊക്കെ പോകുമ്പോ ഈ ഒരു അച്ഛന്റെ കഥകൾ പറഞ്ഞു തരാറുണ്ടോ ആളുകൾ സിനിലിന്? ഒരുപക്ഷെ സിനിൽ ചെയ്യുന്നത് വളരെ പുതിയ പടങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളൊരു സമകാലീനർ അവിടെ ഉണ്ടാവണമെന്നില്ല. എന്നാലും പക്ഷെ കേട്ട കഥകളൊക്കെ തന്നെയാണ്. പക്ഷെ കേൾക്കാത്ത കഥകൾ മമ്മിയുടെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്. അതായത് ഡാഡിയും മമ്മിയും കല്യാണം കഴിഞ്ഞ് ഫ്രഷ് കപ്പിൾസ് നമ്മുടെ ഷേണായ്സ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ചില കൂട്ടുകാരുണ്ടാവും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ ചൊറിയാൻ വേണ്ടി എന്തെങ്കിലും ഡയലോഗ് ഇടും. അപ്പോൾ ഡാഡിയും മമ്മിയും ഇറങ്ങി വരുമ്പോൾ ഒരു ഫ്രണ്ട് ആരോ ഒരാൾ, മമ്മി ഒരാളുടെ പേരൊന്നും പറയാനുള്ള, ഇങ്ങനെ വന്നിട്ട് എന്താണ് സാർ നിന്നെ കല്യാണം കഴിഞ്ഞില്ലേ? ആളെ കല്യാണം കഴിഞ്ഞ് ഇതാരാണ്? ഇതെന്റെ ഭാര്യ. അല്ല അപ്പൊ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ, അതാരും അത് നിന്റെ ഭാര്യ. സ്പോട്ടിലാക്കി ഒന്നും മിണ്ടാൻ പറ്റില്ല. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വിറ്റായില്ലേ ഭാര്യ. ഇന്ന് അതിനൊരു ഉത്തരവായത് ഇതാരാ കൂടെ ഭാര്യ. അപ്പൊ അന്ന് വേറൊരു പെണ്ണിനെ കണ്ടല്ലോ, അതാരാന്നുള്ള ചോദ്യം വരെ ഉണ്ട്. പക്ഷെ ഈ നിന്റെ ഭാര്യ എന്നുള്ളത് അത് നിന്റെ ഭാര്യ, കേൾക്കുന്ന ഭാര്യയൊക്കെ അറിയാൻ വെറുതെ പറയുന്ന ഒരു തമാശ. എന്നാലും അതിനൊരു ഉത്തരമായത് ഇതാണ്. ഇനി ആ ചോദ്യം നിരോധിക്കാൻ പറ്റിയ അങ്ങനെ അതിനകത്തോടെ. അതുപോലെ ഡാഡി വീട്ടിലിരിക്കുമ്പോഴും നമ്മളൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. കാരണം ഞായറാഴ്ചയൊക്കെ വീട്ടിലിരിക്കായിരിക്കും. ഡാഡിക്ക് ചിലപ്പോൾ ഷൂട്ട് ഉണ്ടാവില്ല. മമ്മി ടീച്ചറായിരുന്നു, മമ്മിക്ക് അവധി ശനി ഞായറാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞായറാഴ്ച നല്ല ബിരിയാണിയാണ് ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി അടുക്കളയിൽ പാത്രം കഴുകൽ പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പം മമ്മീനെ ഡാഡി എറാത്തുനിന്ന് വിളിക്കും, ലൈല ലൈല. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചെറുതവിടെ ഇരിപ്പുണ്ട്. വിളി കേൾക്കണ്ടല്ലോ, രക്ഷപ്പെട്ടോ പോയാ ഇനി നല്ല ഫുഡ് കഴിക്കാം. രണ്ടാം മക്കളല്ലേ? രണ്ടാം മക്കള്. മൂത്ത ആള് ഇൻഫോ പാർക്കില് HR മാനേജറായിട്ട്. പുള്ളി ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, പ്രധാന റോളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അയ്യോ അതാ പുതുമുഖങ്ങൾ ഒരു മൂവിയാണ്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരും പുതുമുഖങ്ങളാ. അതും ഇതുപോലെ ഓഫീസിൽ പുള്ളി വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ ഇന്ന ആളുടെ മകനോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓ ആണല്ലേ, രണ്ടോന്ന് വെച്ച് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പുള്ളി വണ്ടറടിച്ചു. ആദ്യമായിട്ട് ഒരാള് വന്നിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കും പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ പോയി ചെയ്തതാണ്. ഈ സെല്ലില് നടന്മാരൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഡാഡിനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ടോ? അറിയാം, കാണിക്കും അല്ലേ? അങ്ങനെ എനിക്കറിയില്ല, പക്ഷെ ഡയലോഗ് പറയുമ്പോൾ സൈനത്തിന്റെ വോയിസ് വരാറുണ്ട്. ടോണും ട്രെൻഡും ഒക്കെ ഉണ്ട്. ഞാൻ സംസാരിക്കും രക്തത്തിലുള്ള അത് സ്വാഭാവികമാണല്ലോ. അതിപ്പോ ഇപ്പൊ ഞാൻ ആരുടെ ഒരാളെ നമ്മൾ പറയുമ്പോ അവരുടെ ഒരു ടോൺ കയറി വരും. ഇന്നാളിങ്ങനെ പറഞ്ഞു. നമ്മള് ഒരാളുടെ കഥ പറയുമ്പോ അയാളെ അനുകരിച്ച് പറഞ്ഞു പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ മുമ്പ് അമ്മയുടെ മീറ്റിങ്ങിന് ബാബു നമ്പൂരി ഡാഡി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഡാഡി എടുത്ത് ബാബു നമ്പൂരി സരിതീനെ കഴിഞ്ഞ 2 പടത്തിന് ചെക്ക് എനിക്ക് മാറി കിട്ടിയിട്ടില്ല. അപ്പൊ ഡാഡി പറയണം, അതിന് ഈ സൗണ്ടി പറഞ്ഞ ആര്യാക്കാനാണ്. ഈ സൗണ്ടി പറഞ്ഞ അയ്യോ, അങ്ങനത്തെ കൗണ്ടറുകൾ പുള്ളി പറഞ്ഞു ഇട്ടിട്ട് പോയിട്ടുള്ളതിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കൗണ്ടറുകള്. സിനിലിനോ ജിൽജിലിനോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത് ഡാഡിക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ. ആണല്ലേ? ഞാൻ ഒരു ദിവസം ഈ ലൈലാക്ക് ജോലി കിട്ടിയിട്ടേ, ടീച്ചറായിട്ട് ജോലി കിട്ടി അമ്മയ്ക്ക്. ഞങ്ങള് മ്യൂസിപ്പാലിറ്റി കളിക്കുമ്പോഴാ. അപ്പൊ സൈന പറയാ കോട്ടേഴ്സ് കിട്ടിയിട്ട് നീ ഒരു ദിവസം പാടാന്ന് പറയാം. അങ്ങനെ ഞാൻ കോട്ടേഴ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല പൊക്കൊക്കെ ഉള്ള കോട്ടേഴ്സാണ് റൂഫിനൊക്കെ. ചെന്നിട്ട് ഭയങ്കര ചൂട്, നോക്കിയപ്പോൾ ഫാനില്ല. അപ്പോൾ സൈൻ്റെ അടുത്ത് പറയണ ഒരു ഫാൻ മേടിച്ചിട്ട് എന്തൊരു ചൂടാ, ഫാൻ മേടിക്കണം, അടുത്ത 2 പ്രോഗ്രാം കഴിയുമ്പോൾ ഫാൻ മേടിക്കണം. നല്ല ഫാൻ ഏതാടാ? ഞാൻ പറഞ്ഞ ക്രോംപ്ടനാണ്. എൻ്റെ റൂമിലൊക്കെ 10-20 കൊല്ലമായിട്ട് ക്രോംപ്ടൺ നടക്കണം. ഇപ്പോഴും നല്ല ഒരനക്കമില്ല. പിന്നെ വാങ്ങിച്ചിട്ട് എന്താ കാര്യം? ഒന്നും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുന്ന ആളെ